നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. വിസ്മയ വീണ്ടും കാണാൻ പറ്റിയ സന്തോഷം. വിസ്മയുടെ പാട്ട് കേൾക്കാന്ന് കരുതിയ തിരക്കെല്ലാം മാറ്റിവെച്ച് ഞാൻ വന്നത്. അതിന് ഇവിടെ മോള് പാടുന്നില്ലല്ലോ. അത് പറഞ്ഞാ പറ്റില്ല. ചടങ്ങിന് വിസ്മയുടെ പാട്ട് കാണുമെന്ന് ഞാൻ എല്ലാരോടും പറഞ്ഞുപോയി. അതെ, വിസ്മയ ചേച്ചി ഇപ്പൊ ഒരു പാട്ട് പാടുവോ? ഞങ്ങളുടെ ആഗ്രഹമാ. ഈശ്വര, വല്ലാത്ത ഒരു കുരുക്കിലാണല്ലോ വന്ന് അകപ്പെട്ടിരിക്കുന്നത്. വിസ്മയ പാടണം. വിസ്മയ പഠിക്കണ്ട, പാട്ട് പാടിക്കോ, ഞങ്ങളും കേക്കട്ടെ. എല്ലാവരുടെയും ആഗ്രഹമല്ലേ വിസ്മയ? ഒരു പാട്ട് പ്ലീസ്, അത് മതി. പാട് വിസ്മയ. പ്ലീസ് ഒരു നിമിഷം, ഇപ്പൊ വരാം. അന്നേ പാട്ട് ഏതാന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോയതാവും. മമ്മി, ഇതാകെ പ്രശ്നമാവില്ലേ? ഇതറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. ഇങ്ങനെ ഒരു ചതി ഞാനും പ്രതീക്ഷിച്ചില്ല മോളെ. എല്ലാവരും അത്ര റിക്വസ്റ്റ് ചെയ്ത് പറയോ, പാടിയില്ലെങ്കിൽ വിസ്മയ അഹങ്കാരിയാണെന്ന് പറയും. ഒക്കെ ശരിയാ, പക്ഷെ പാടാൻ നമ്മൾ എന്ത് ചെയ്യും? മമ്മി, എങ്ങനെയെങ്കിലും നമുക്ക് ശ്യാമയെ വരുത്താം. നടക്കാത്ത കാര്യം എന്തിനാ പറയുന്ന മോളെ? ഇനി എത്ര തന്നെ നമ്മൾ ശ്രമിച്ചാലും ശ്യാമ വരില്ല. ഇനിയിപ്പൊ നമ്മൾ എന്ത് ചെയ്യും ടീച്ചറാ? നീ ധൈര്യമായിട്ട് നിൽക്കും മോളെ. അവര് നിർബന്ധിക്കുമ്പോ സുഖമില്ല, തൊണ്ട വയ്യ, ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് നിന്നു പറ്റാം. അമ്മയല്ലേ നിന്റെ കൂടെയുള്ളേ. നമ്മളിവിടെ അധിക നേരം സംസാരിച്ചു നിന്നാ പറ്റില്ല. വാ, ശരിക്കും അസുഖം അഭിനയിച്ചോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. വാ. ചടങ്ങിനുള്ള മുഹൂർത്തമായി, തുടങ്ങാം. ചടങ്ങ് നടക്കട്ടെ, ഒപ്പം വിസ്മയുടെ പാട്ടും. എന്നെ ഇഷ്ടപ്പെടുന്നവരുടെ മുന്നിൽ എനിക്ക് പാട്ട് പാടാൻ സന്തോഷമേ ഉള്ളൂ. പക്ഷേ എന്റെ തൊണ്ട ഒട്ടും സുഖമില്ലാത്ത അവസ്ഥയിലാ. കഴിഞ്ഞ വീക്കിൽ സിംലയിൽ ഒരു മ്യൂസിക് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഓപ്പൺ സ്റ്റേജ് പ്രോഗ്രാം. അവിടെ വലിയ തണുപ്പല്ലേ, പെട്ടുപോയി. ആ അതെ അതെ, ശരിയാ. ഫ്ലൈറ്റില് നാട്ടിലെത്തിയപ്പോ മുതല് ചെറിയ പനിയും തൊണ്ടയ്ക്ക് പ്രശ്നവും. വല്ലാത്ത അവസ്ഥയായിപ്പോയി. ഇത് ചെറിയ ഫംഗ്ഷൻ അല്ലേ, ശബ്ദം കുറച്ച് പാടിയാ മതി. പറ്റില്ല. നെക്സ്റ്റ് വീക്ക് ദുബൈയിൽ മലയാളി അസോസിയേഷന്റെ ഒരു പ്രോഗ്രാമാ. ഇപ്പോഴേ തൊണ്ട സൂക്ഷിക്കണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.